ആപ്റ്റിറ്റ്യൂഡ് അസസ്മെന്റ് അഥവാ അഭിരുചി നിർണയം വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലെ ഒരു പ്രധാന ഘട്ടമായി ഒരു പ്രധാന പ്രോസസ്സായി മാറിയിരിക്കുന്ന അവസരത്തിൽ രക്ഷിതാക്കൾക്ക് തന്നെ എങ്ങോട്ട് കുട്ടികളെ അയക്കണം, ഏത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാവണം എന്നുള്ളത് വ്യക്തമല്ലാതിരിക്കുന്ന കാലഘട്ടത്തിലാണ് ദ കോമ്പസ് ടീം എന്നൊരു പുതിയ ടീം ഈ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. മിസ്റ്റർ മനോജ്, എന്തുകൊണ്ട് ഇപ്പൊ ഈ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മേഖലകൾ, ഒരുപാട് തൊഴിലുകളുണ്ട്, താങ്കൾ എന്തുകൊണ്ടാണ് ഈ അഭിരുചി നിർണ്ണയം അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് അസസ്മെന്റിന് വേണ്ടി ഒരുപക്ഷെ ഇത്രയും കാലമായി നിൽക്കാൻ തന്നെ ആഗ്രഹിച്ച കാരണം? എന്തുകൊണ്ട് ടീം ഉണ്ടാക്കി? പ്രധാനമായിട്ടും 3-4 കാരണങ്ങളുണ്ടല്ലോ. അപ്പം ദ കോമ്പസ് ടീമിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഒരു മേഖല മാത്രം കേന്ദ്രീകരിച്ചൊരു കാര്യമല്ല. ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് ഇസ് ഗോട്ട് ടു ഡു വിത്ത് ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ, ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യത്തിൽ വിദ്യാഭ്യാസ മേഖല മാത്രമാണോ അതല്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നത്? ഇതിൽ വി ആർ ആക്ച്വലി ഫോക്കസിംഗ് ഓൺ ചിൽഡ്രൻ. വിദ്യാഭ്യാസമുണ്ട്, പിന്നെ കുട്ടികളുടെ ഇപ്പോൾ ഒരു സ്ക്രീനിംഗ്, ഐഡന്റിഫിക്കേഷൻ ആൻഡ് റെമഡിയേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ മെയിനായിട്ട് അത് ഫോക്കസ് ചെയ്യുന്നത്. സോ വി തോട്ട് ഇറ്റ് ഇസ് എ 360-degree അപ്രോച്ച് വേർ പേരന്റ്സ്, സ്റ്റുഡന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹാവ് ടു ബി ഇൻവോൾവ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഇതിന് ഉള്ളതുകൊണ്ട് എല്ലാ മേഖലകളിലും നമ്മൾ വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് മുന്നോട്ട് നിർത്തിക്കൊണ്ട് നമ്മൾ കരിയർ ആപ്റ്റിറ്റ്യൂഡ് അസസ്മെന്റിൽ നമ്മൾ കാര്യമായിട്ടൊരു സ്റ്റെപ്പ് എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതിൽ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിസിൻ 2 മെയിൻ ഘടകങ്ങളാണ്. ഇപ്പോഴും അതിന്റെ ഒരു ഫ്ലെയർ പല പേരന്റ്സിനും പോയിട്ടില്ല. സോ വെദർ ടെക്നിക്കലി സ്റ്റുഡന്റ് അതിന് കേപ്പബിൾ ആണോ, നോളജ് ഉണ്ടോ, ഇൻട്രസ്റ്റ് ഉണ്ടോ, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, ഇത് ടെക്നിക്കലി അസസ് ചെയ്ത് നമ്മൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. സോ ആ ഒരു ഏരിയയിൽ കുട്ടികൾക്ക് കണ്ടമാനം ഗൈഡൻസ് ഇപ്പോഴും ആവശ്യമുണ്ടെന്നുള്ളൊരു പൂർണ്ണമായിട്ടൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നമ്മുടെ കോമ്പസ് ടീമിന്റെ ഒരു പ്രവർത്തനം ഈ മേഖലയിലേക്ക് നമ്മൾ എക്സ്പെർട്ട് ടീമിൽ വി ഹാവ് സൈക്കോളജിസ്റ്റ്, വി ഹാവ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്, ഓഡിയോളജിസ്റ്റ് ഉണ്ട്, ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്. അപ്പം ഡോക്ടർക്ക് തന്നെ അറിയാവുന്നതാണ്. ഇപ്പൊ ഇതിൽ നമ്മൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ മെനി പേരന്റ്സ് ഹാവ് എ ടെൻഡൻസി ടു ഫോൾ ബാക്ക്. അപ്പം വളരെ വ്യാപ്തമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വളരെ ദീർഘമായിട്ടും ചിന്തിച്ച് ചെയ്യേണ്ട ഒരു മേഖലയാണിത്. ബിക്കോസ് യു ആർ ഡീലിംഗ് വിത്ത് ചിൽഡ്രൻ, യു ആർ ഡീലിംഗ് വിത്ത് അഡൽട്സ്, യു ആർ ഡീലിംഗ് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇത് സയന്റിഫിക് ആയിട്ട് നിർണ്ണയിച്ച് കുട്ടികൾക്കും പേരന്റ്സിനും കറക്റ്റ് ആയിട്ടൊരു ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഉള്ളൊരു ഒരു സ്റ്റാർട്ടപ്പാണ് ദ കോമ്പസ് ടീം. ഇത് കോമ്പസ് ടീം നിങ്ങളെ കൊച്ചിയിൽ മാത്രമാണോ? As of now, we have a branch in Cochin, which is the head office. കാലിക്കറ്റിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. അത് കൂടാണ്ട് നമ്മൾ ചെന്നൈ ആൻഡ് ബാംഗ്ലൂരിലും ബ്രാഞ്ചസ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് പല സ്കൂൾസിൽ നമുക്ക് കണ്ടുപോകാൻ എൻക്വയറീസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടികളുടെ ഒരു സ്കിൽസും ബാക്കിയുള്ള സ്കിൽ സെറ്റ്സ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് അത് നിർണ്ണയിക്കാൻ നമ്മൾ എടുത്തേക്കുന്ന ഒരു എഫേർട്ട് ദാറ്റ് ഇസ് ബൈ വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മൾ. എങ്ങനെ രക്ഷിതാക്കൾ കൂടുതൽ ഈ മേഖല വരുന്നുണ്ടോ, താല്പര്യം കാണിക്കുന്നുണ്ടോ? രക്ഷിതാക്കൾ താല്പര്യം കാണിക്കുന്നുണ്ട്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഐ വുഡ് കോൾ ഇറ്റ് എ കോഴ്സ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ കരിയർ അല്ല. കരിയർ എന്ന് പറയുന്ന ഒരു വാക്ക് വരുന്നത് പ്രോബ്ലി ആഫ്റ്റർ യു ഗെറ്റ് എംപ്ലോയിഡ്. ജോലിക്ക് പ്രവേശിച്ച ശേഷമാണ് നമ്മൾ കരിയറിന്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കറക്റ്റായിട്ടും എഞ്ചിനീയറിംഗും മെഡിസിനും മാത്രമല്ല ബാക്കിയുള്ള ഏരിയാസിലും കുട്ടികൾക്ക് നല്ല സ്കോപ്പ് ഉണ്ടെന്നുള്ളത് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ബേസിക്കലി നടത്തുന്നത്. മിസസ് ഡയന ഒരു സൈക്കോളജിസ്റ്റാണ്, റൈറ്റ്? സൈക്കോളജിസ്റ്റ് വിധത്തിൽ ചിന്തിക്കുമ്പോൾ കോമ്പസ് ടീമിന്റെ ഭാഗമായിട്ട് എന്താ ശരിക്കും ചെയ്യുന്ന വർക്ക്? നമ്മൾ മെയിൻലി ഒരു കുട്ടിയുടെ ഇൻട്രസ്റ്റ്, എബിലിറ്റി അനുസരിച്ച് ആ കുട്ടിയുടെ ഏത് മേഖലയിലാണ് ഈ കുട്ടി സ്റ്റാർ ആകാൻ പോകുന്നത്. ഇപ്പൊ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ഒരു മേഖലയിൽ ആ കുട്ടി സ്റ്റാർ ആകുകയല്ല. ഇപ്പൊ ചില പേരന്റ്സ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ്. പക്ഷെ ഇപ്പം നമുക്കറിയാം 70 ലക്ഷം 80 ലക്ഷം രൂപയൊക്കെ കൊടുത്താൽ കുട്ടിക്ക് മെഡിക്കലിന് അഡ്മിഷൻ കിട്ടും. പക്ഷെ ആ കുട്ടി പാസ്സാകുവോ അല്ലെങ്കിൽ പിന്നീട് ജോലി കിട്ടുമ്പോൾ ആ കുട്ടി അതിൽ സ്റ്റാർ ആകുമോന്നും ഒരു ഉറപ്പുമില്ല. അല്ല, അപ്പൊ അത് ഉറപ്പുണ്ടാക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ് ബാറ്ററി നമ്മൾ കൊടുക്കുന്നു കോഴ്സ് ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടി. ആ ടെസ്റ്റ് ബാറ്ററിക്കകത്ത് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ടോ, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, ആറ്റിറ്റ്യൂഡ് ഉണ്ടോ, പേഴ്സണാലിറ്റി ഉണ്ടോ, ഇന്റലിജൻസ് ഉണ്ടോ, എന്തൊക്കെ സബ് ടെസ്റ്റുകളാണ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ബാറ്ററിക്കകത്തുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ് നമ്മള് കുട്ടിക്ക് നിങ്ങൾ ചെയ്യുന്നത്? കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, ഇൻട്രസ്റ്റ് നോക്കുന്നു. പിന്നെ ആ കുട്ടിക്ക് ആ ഫീൽഡിൽ എബിലിറ്റി ഉണ്ടോന്ന്, 2 അടുത്തത് നോളജ് ഉണ്ടോന്ന്. ഇത് എല്ലാം നോക്കിയാൽ മാത്രമേ ആ കുട്ടിക്ക് ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ. പേഴ്സണാലിറ്റി നോക്കുന്നുണ്ടോ, വ്യക്തിത്വം നോക്കുന്നുണ്ടോ? പേഴ്സണാലിറ്റിയുടെ നോക്കുന്നില്ല. ഓക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നു. ഇതൊരു പാക്കേജ് പ്രോഗ്രാമാണ്. എത്ര കാലമായിരിക്കും ഈ ഏത് ക്ലാസ്സിലുള്ള കുട്ടികൾക്കായിരിക്കും? ഞങ്ങൾ ഇപ്പം മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 8 to 10 ഹൈസ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയാണ്. 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്സിൽ ഈ 3 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന
ഈ ടെസ്റ്റ് ബാറ്ററിയുടെ കണ്ടന്റ് ഉള്ളടക്കം സെയിം ആണോ അതോ ക്ലാസ് അനുസരിച്ച് അതിന്റെ ഐറ്റംസിന് വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്? ഇല്ല, ഹൈസ്കൂൾ സ്റ്റുഡൻസിന് സെയിം തന്നെ. സെയിം ബാറ്ററിയിലുള്ള സംഭവമാണ്. ഇത് അസസ്മെന്റ് എത്ര സമയം എടുക്കുന്നതാണ്? 1 hour 30 minutes, ഓൾമോസ്റ്റ് 90 minutes. ഓക്കെ. ശാലിനി ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു കോമേഴ്സ് ടീമിനകത്ത്. നമ്മൾ ഈ കൊടുക്കുന്ന ടെസ്റ്റുകൾ ഏതൊക്കെ ടെസ്റ്റ് എന്ന് സ്പെസിഫിക് പറയാമോ പറ്റുമോ? ആപ്റ്റിറ്റ്യൂഡിൽ തന്നെ ഞങ്ങൾ സ്പെഷ്യൽ സെറ്റ് ഓഫ് എബിലിറ്റീസ് നോക്കുന്നുണ്ട്, ദെൻ അവരുടെ നോളജ് നോക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് നോക്കുന്നുണ്ട്. 18 ഏരിയാസിലും ഞങ്ങൾ ഇൻട്രസ്റ്റ് നോക്കുന്നുണ്ട്. അതിപ്പോ ഫോർ എക്സാമ്പിൾ മെഡിസിൻ, എഞ്ചിനീയറിംഗ്, ദെൻ പിന്നെ വരുന്നു ആർക്കിയോളജി, ആർക്കിടെക്ചർ, അങ്ങനെ ഒരു 18 ഏരിയാസ് നോക്കുന്നുണ്ട്. എബിലിറ്റീസിൽ വരുമ്പോൾ അവരുടെ വിഷ്വൽ സ്പേഷ്യൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, അതുപോലെയുള്ള എബിലിറ്റീസ് നോക്കുന്നുണ്ട്. ദെൻ അത് കൂടാണ്ട് വരുന്നവരുടെ ആ ഒരു സബ്ജക്ട് ബേസ്ഡ് നോളജ് കുട്ടിക്ക് എത്രത്തോളം ഉണ്ട്. ഇപ്പൊ ഒരു ഇൻട്രസ്റ്റ്, ഇപ്പൊ മെഡിക്കൽ ഫീൽഡ് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുവാൻ ഉപയോഗിക്കുന്ന, ഇൻട്രസ്റ്റ് നോക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ ഒരു ഐറ്റം എന്ന് പറയാമോ?